നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi Life Easy. CPIM ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കം. വിഭാഗീയത വളരുന്നുവെന്ന് ആലപ്പുഴ ജില്ലാ സമ്മേളന റിപ്പോർട്ട്. സമ്മേളനത്തിൽ VS-ന് രൂക്ഷ വിമർശനം. ഭൂസമരം വിജയിപ്പിക്കാനായില്ലെന്ന് വയനാട്ടിലെ പ്രവർത്തന റിപ്പോർട്ട്. സോളാർ ജുഡീഷ്യൽ കമ്മീഷനുമായി സഹകരിക്കുമെന്ന് കോടിയേരി. വെള്ളാപ്പള്ളി നടേശനെതിരെ വിമർശനവുമായി VM സുധീരൻ. കച്ചവടക്കണ്ണോടെ ഗുരുവചനങ്ങളെ വ്യാഖ്യാനിക്കുന്നത് നിർഭാഗ്യകരം. നിക്ഷിപ്ത താൽപര്യങ്ങൾക്കായി ഗുരുവിനെ നിന്ദിക്കുന്നത് ശരിയല്ല. വിദ്യാഭ്യാസമടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിനോട് അതൃപ്തിയെന്ന് NSS. ജമ്മുകശ്മീരിൽ PDP BJP സർക്കാരിന് സാധ്യത തെളിയുന്നു. PDP-യുമായി ചർച്ച തുടരുന്നുവെന്ന് BJP. സാംബ സെക്ടറിൽ 15 ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം. അതിർത്തിയിൽ സംയമനം പാലിക്കുന്നതാണ് പാകിസ്ഥാന് നല്ലതെന്ന് രാജ്നാഥ് സിംഗ്. സമാധാന ചർച്ചയ്ക്ക് വിളിച്ച് ഇന്ത്യൻ സൈന്യം പാക് സൈനികരെ കൊന്നുവെന്ന് പാകിസ്ഥാൻ. സംസ്ഥാനത്ത് വാഹനാപകടങ്ങളിൽ 8 മരണം. കൊല്ലം ചാത്തന്നൂരിൽ കാറും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് 6 വിദ്യാർത്ഥികൾ മരിച്ചു. കൊടുങ്ങല്ലൂരിൽ കാർ മരത്തിലിടിച്ച് 2 മരണം. പരിയാരം മെഡിക്കൽ കോളേജിനെതിരെ റവന്യൂ വകുപ്പ് ജപ്തി നടപടികൾ തുടങ്ങി. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. നടപടി 178 കോടി രൂപ തിരിച്ചുപിടിക്കാൻ. CPIM ആലപ്പുഴ വയനാട് ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. ആലപ്പുഴയിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും വയനാട്ടിൽ PB അംഗം കോടിയേരി ബാലകൃഷ്ണനും സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്താണ് ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കമായത്. കൃഷ്ണപിള്ള സ്മാരക ആക്രമണ കേസും വിഭാഗീയതയും കത്തിനിൽക്കുന്നതിനിടയിലാണ് CPIM-ന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായത്. മുതിർന്ന പ്രതിനിധി KA അബ്ദുൾ ഷുക്കൂർ പതാക ഉയർത്തിയതോടെയാണ് CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായത്. കേന്ദ്ര കമ്മിറ്റി അംഗം VS അച്യുതാനന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവാദ വിഷയങ്ങൾ പരാമർശിക്കാതെ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ പോരാട്ടം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്യുന്നതായിരുന്നു VS-ന്റെ പ്രസംഗം. വിപുലവും വ്യാപകവുമായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിച്ചുകൊണ്ട് ചാണ്ടി ഗവൺമെന്റിന്റെ ജനദ്രോഹമായ സമീപനങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ആ ജനങ്ങളെ തന്നെ പോരാട്ട വീരമുള്ളവരാക്കി ഉയർത്തിക്കൊണ്ട് ആ പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് നടത്തേണ്ടതായിരിക്കുന്നത്. 340 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ സമ്മേളനത്തിൽ മുഴുവൻ സമയവും പങ്കെടുക്കുന്നുണ്ട്. മുതിർന്ന പ്രതിനിധി PA മുഹമ്മദ് പതാക ഉയർത്തിയതോടെയാണ് വയനാട് ജില്ലാ സമ്മേളനത്തിന്റെ നടപടികൾക്ക് തുടക്കമായത്. PB അംഗം കോടിയേരി ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ രൂക്ഷമായി വിമർശിച്ച കോടിയേരി ദേശീയതലത്തിൽ CPIM സ്വതന്ത്ര വളർച്ച കൈവരിക്കേണ്ടത് മതനിരപേക്ഷതയ്ക്ക് അത്യാവശ്യമാണെന്ന് വ്യക്തമാക്കി. കോൺഗ്രസിനെയും BJP-യെയും നേരിട്ട് ഇന്ത്യയുടെ ഭാവി രൂപപ്പെടുത്തിയെടുക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ. ഈ യാഥാർത്ഥ്യം കൂടുതൽ ജനവിഭാഗങ്ങളിലേക്ക് എത്തിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുകയും അതിനുവേണ്ടി CPIM-ന്റെ സ്വതന്ത്രമായ സ്വാധീനവും ബഹുജന അടിത്തറയും വിപുലീകരിക്കുന്ന പ്രവർത്തനത്തിലാണ് ദേശീയ തലത്തിൽ ഏർപ്പെടണമെന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. 200 പ്രതിനിധികളാണ് വയനാട് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്ത് ഉയർന്നു വരുന്ന മാവോയിസ്റ്റ് ഭീഷണി അടക്കമുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരാണ് കുറ്റക്കാരെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് CPIM-ന്റെ വയനാട് ജില്ലാ സമ്മേളനത്തിനും തുടക്കമായത്. ആലപ്പുഴയിൽ നിന്നും K രതീഷിനൊപ്പം വയനാട്ടിൽ നിന്നും KR സജു, റിപ്പോർട്ടർ. സോളാർ ജുഡീഷ്യൽ കമ്മീഷനുമായി സഹകരിക്കുമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ. കമ്മീഷന് മുൻപാകെ CPIM തെളിവുകൾ ഹാജരാക്കും. മുഖ്യമന്ത്രിയെയും ഓഫീസിനെയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയ സാഹചര്യത്തിലാണ് CPIM-ന്റെ ഈ തീരുമാനം. സോളാർ ജുഡീഷ്യൽ കമ്മീഷന്റെ സാക്ഷി വിസ്താര നടപടികൾ തുടങ്ങാനിരിക്കെയാണ് CPIM മുൻ നിലപാട് മാറ്റുന്നത്. കമ്മീഷന്റെ സാക്ഷി പട്ടികയിൽ 10-ലധികം പ്രതിപക്ഷ MLA-മാരുണ്ട്. നിയമസഭയ്ക്കകത്തും പുറത്തും സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചവരാണിവർ. കമ്മീഷൻ പ്രവർത്തനം തുടങ്ങിയപ്പോൾ മുഴുവൻ പ്രതിപക്ഷ MLA-മാർക്കും നോട്ടീസ് അയച്ചിരുന്നുവെങ്കിലും മറുപടി നൽകിയിരുന്നില്ല. എന്നാൽ മാറിയ സാഹചര്യത്തിൽ കമ്മീഷനുമായി സഹകരിക്കുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. കമ്മീഷന് മുൻപാകെ MLA-മാർ ഹാജരാകും. മുഖ്യമന്ത്രിയെയും ഓഫീസിനെയും ഒഴിവാക്കിയുള്ള അന്വേഷണം പ്രഖ്യാപിച്ചപ്പോഴാണ് കമ്മീഷനുമായി സഹകരിക്കേണ്ടെന്ന് ഇടതുമുന്നണി തീരുമാനിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയും ഓഫീസും അന്വേഷണ പരിധിയിൽ എത്തുകയും മുഖ്യമന്ത്രിയെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തി വിസ്തരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തതോടെ നിലപാട് മാറ്റുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രിയെയും പെടുത്തും എന്ന് കമ്മീഷൻ തീരുമാനമെടുത്തപ്പോൾ അതുമായിട്ട് ആർക്കെല്ലാമാണോ സമൻസ് അയക്കുന്നത് അവരെല്ലാം പോകും, തെളിവ് കൊടുക്കും. ജനുവരി 15-ന് കമ്മീഷൻ സാക്ഷി വിസ്താരം തുടങ്ങും. 20-ന് ശേഷമായിരിക്കും MLA-മാരെ വിസ്തരിക്കുക.
മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും കമ്മീഷൻ വിസ്തരിക്കും. കൂടാതെ സരിത എസ് നായരുമായി ഫോണിൽ സംസാരിച്ച മുൻ കേന്ദ്രമന്ത്രിമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവരെയും വിസ്തരിക്കുന്നുണ്ട്. CPIM സോളാർ ജുഡീഷ്യൽ കമ്മീഷനുമായി സഹകരിക്കാൻ തീരുമാനിച്ചതോടെ ഇടതുമുന്നണിയിലെ മറ്റു ഘടകകക്ഷികളും കമ്മീഷൻ നടപടികളിൽ പങ്കെടുത്തേക്കും. റിപ്പോർട്ടർ, കൊച്ചി, വയനാട്. VS സുനിൽകുമാർ MLA, KM ഷാജഹാൻ, സുരേന്ദ്രബാബു, ആനത്തലവട്ടം ആനന്ദൻ, M ലിജു എന്നിവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലുമുള്ളത്. ആദ്യം ആനത്തലവട്ടം ആനന്ദൻ, എല്ലാം കാശ് കൊടുത്ത് ഒതുക്കി കഴിഞ്ഞിരിക്കുന്നു. ജനകീയ പ്രതിരോധം തീർക്കാതെ ഇപ്പോൾ പെട്ടെന്ന് ഉറക്കം എഴുന്നേറ്റതുപോലെ സംസ്ഥാന സർക്കാരിനെതിരെ എല്ലാ വിഷയങ്ങളിലും സമരം പ്രഖ്യാപിക്കുക, സോളാർ വിഷയത്തിൽ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിക്കെതിരെ സമരം പ്രഖ്യാപിക്കുക, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ഗവൺമെന്റ് കൊള്ളരുതായ്മകളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പ്രക്ഷോഭവും സമരവും സംഘടിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രതിപക്ഷത്തിന്റെ ചുമതലയാണ്. പ്രതിപക്ഷം ആ കടമ നിർവഹിക്കുകയാണ്. ഇവിടെ സോളാർ വിഷയത്തിൽ തന്നെ ഞങ്ങൾ ആ സമരം അവിടെ വെച്ച് അവസാനിപ്പിച്ചല്ല, തുടർ സമരം നടത്തുമെന്ന് അന്നേ പറഞ്ഞിരുന്നതും. അതനുസരിച്ച് ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുമ്പോൾ സമരം അവസാനിപ്പിച്ചു. കമ്മീഷനെ നിയമിച്ചു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, എന്റെ ആഫീസോ ഞാനോ അന്വേഷണ പരിധിയിൽ പെടില്ല എന്ന് പറഞ്ഞു. അതേ തുടർന്നാണ് വീണ്ടും ഞങ്ങൾ സമരം തുടർന്നത്. ഇപ്പോൾ വീണ്ടും കമ്മീഷനാണെങ്കിൽ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ആഫീസിനെയും അന്വേഷണ പരിധിയിൽ പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും കമ്മീഷനെ അന്വേഷണ പരിധിയിൽ പെടുത്തിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഇവർ രണ്ടാളിനും തുടരുന്നത് ശരിയല്ല. കമ്മീഷന്റെ ആ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാൻ MLA-മാരോടും അതുപോലെ തന്നെ ഞങ്ങളുടെ അനുകൂലികളായി നിൽക്കുന്ന വക്കീലന്മാരോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ MLA-മാർ അതിനകത്തെല്ലാം സഹകരിക്കും. ഞങ്ങൾ ഇക്കാര്യത്തിൽ പുതുതായി ഒരു സഹകരണം ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. VS സുനിൽകുമാർ, പൊളിഞ്ഞ സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകാറില്ല. അഡ്ജസ്റ്റ്മെന്റ് സമരമായിരുന്നില്ലേ സോളാർ സമരം? അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് സമരത്തിന് എങ്ങനെയാണ് രണ്ടാം ഭാഗം ഉണ്ടാവുക? ഈ സമരത്തിന് രണ്ടാം ഭാഗം മാത്രമല്ല, ഇനി പല ഭാഗങ്ങളും ഉണ്ടാകാൻ പോവാണ്. കാരണം ഇത് വളരെ മാധ്യമങ്ങൾ പല രീതിയിൽ ഇതിനെ കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു സരിത നായർ എന്ന ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടൊരു വിഷയമായി ഇതിനെ ചുരുക്കി കാണാൻ കഴിയുന്ന കാര്യമല്ല. നമ്മുടെ രാജ്യത്ത് പാരമ്പര്യേതര ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതും പാരമ്പര്യേതര ഊർജ്ജ മേഖലയിലെ സ്വകാര്യ സംരംഭകരെ പങ്കെടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന അതീവ ഗുരുതരമായിട്ടുള്ള സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വലിയ അഴിമതിയാണ് കേരളത്തിൽ വെളിപ്പെട്ടത്. സുനിൽകുമാർ, ഒരിക്കൽ പരാജയപ്പെട്ട സമരമാണിത്. ആ സമരത്തിലേക്കാണ് നിങ്ങൾ വീണ്ടും പോകാൻ പോകുന്നത് എന്ന് കമ്മീഷൻ തീരുമാനമെടുത്തപ്പോൾ തീർച്ചയായിട്ടും ആ സമരത്തിലേക്ക് വീണ്ടും വരേണ്ട ഘട്ടം വരുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ. ഇത് പുതിയതായി പറഞ്ഞ കാര്യമല്ല. ഇത് ഒരുപാട് സത്യങ്ങൾ ഇനി പുറത്തു വരാനുണ്ട്. ഇതിന്റെ പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കമുള്ള മുഖ്യമന്ത്രിക്കും കേന്ദ്ര ഗവൺമെന്റിലെ മന്ത്രിമാർക്കും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കും അടക്കം വളരെ ഗുരുതരമായ അഴിമതി ബന്ധമുള്ള ഒരു കേസാണ് ഈ കേസ്. ഈ കേസിനെ ഭരണം ദുരുപയോഗം ചെയ്തുകൊണ്ട് അമർത്തിക്കളയാൻ വേണ്ടി ശ്രമിച്ചു. പ്രതിപക്ഷം സമരം നടത്തിയപ്പോൾ ജുഡീഷ്യൽ എൻക്വയറി എങ്ങനെയാണ് കേസ് ഒതുക്കി തീർക്കുന്നത് എന്ന് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞ വിഷയം. ഏതൊക്കെ വിധത്തിൽ ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി, ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി ശ്രമം നടന്നിട്ടുണ്ട് എന്നൊന്നും ഒരു ഘട്ടത്തിലും അന്വേഷിക്കാതെ പെട്ടെന്ന് നിങ്ങൾ വന്ന് ഈ സമരത്തിലേക്ക് വീണ്ടും ഇറങ്ങുകയാണ്. M ലിജു, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഇന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ വയനാട്ടിലും VS അച്യുതാനന്ദൻ ആലപ്പുഴയിലും പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാ തെളിവും നൽകുമെന്ന് കോടിയേരി. സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം, വിപുലമായ പ്രക്ഷോഭം, അത് KM മാണിയിലോ അല്ലെങ്കിൽ ഇബ്രാഹിം കുഞ്ഞിലോ ഒതുങ്ങാതെ എല്ലാ വിഷയങ്ങളിലും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ എന്ന് ഉയർത്തിക്കാണിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിനാണ് CPM-ന്റെ സംസ്ഥാന സമ്മേളനം കഴിയുന്നതോടുകൂടി തുടക്കമാവുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം M ലിജു, ഒരുപക്ഷെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക സരിതയുടെ കയ്യിലുണ്ട് എന്ന്, സരിതയും ഒരു UDF നേതാവിൻ്റെ കയ്യിലുണ്ട് എന്ന് പിന്നീടും തെളിയിക്കപ്പെട്ട 22 പേജുള്ള ആ കുറിപ്പുണ്ടല്ലോ, അതൊക്കെ തന്നെയും ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ തന്നെ പര്യാപ്തമാണ്. പുതിയ തെളിവുകൾ വന്നാൽ പഴയ സമരം പരാജയപ്പെട്ടു എന്നതൊന്നും ഒരു വിഷയമാകില്ല. അത് UDF സർക്കാരിനെ തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കും എന്ന് ഭയന്നുകൂടെ താങ്കൾ അടക്കമുള്ള UDF നേതാക്കൾക്ക്? ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഭയവുമില്ല. ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPM-ന് സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.
പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പം നേരത്തെ പറഞ്ഞ അവര് അവസാനിപ്പിച്ച് കളഞ്ഞൊരു സമരത്തെ അവർ പൊടി തട്ടിയെടുക്കുന്നത് എന്ന് വിശകലനം ചെയ്താൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ CPM-ന്റെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കടുത്ത വിഭാഗീയത ഇപ്പൊ ആലപ്പുഴയിലൊക്കെ തന്നെയാണെങ്കിൽ പരസ്പരം തമ്മിലടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പൊ ചെട്ടികുളങ്ങര പോലുള്ള പ്രദേശത്ത് 14 ലോക്കൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ രാജിവെച്ചിരിക്കുന്നു, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ രാജിവെക്കുന്നു. അപ്പൊ കടുത്ത വിഭാഗീയത നിൽക്കുന്ന സമയത്ത് ഒരു ആന്റി കോൺഗ്രസ് വികാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നു. 2, ഇപ്പോ സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നും ഇവർക്ക് ശ്രദ്ധ പിടിച്ചു മാറ്റണം. ഇപ്പൊ ഉദാഹരണത്തിന് മദ്യനയം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് CPM-ന്റെ നയം എന്നുള്ള കാര്യവും ചർച്ചയ്ക്ക് വരും. CPM മദ്യനയത്തിന്റെ കാര്യത്തിൽ ഒരു പ്രക്ഷോഭത്തിന് ഇറങ്ങിയാൽ ജനത്തിന് ബോധ്യപ്പെടും CPM-ന്റെ നയം എന്നത് അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്ന ബാറുകൾ അല്ലെങ്കിൽ UDF അടയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ബാറുകൾ മുഴുവൻ തുറന്നു കൊടുക്കുന്നതാണ് CPM-ന്റെ നയം എന്നുള്ള കാര്യം ചർച്ചയ്ക്ക് വരും. CPM-നെ സംബന്ധിച്ച് അത് ചർച്ചയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ പുകമറ സൃഷ്ടിച്ചുകൊണ്ടുള്ള കാഴ്ചപ്പാടുണ്ടാകണം. അതോടൊപ്പം അബ്കാരികളുടെ നിന്നും അവരുടെ പണവും വേണം, പിന്തുണയും വേണം. എന്നാൽ അബ്കാരികളെ പിന്തുണയ്ക്കുന്ന കാര്യം ജനം അറിയുകയും ചെയ്യരുത്. ഇതുകൊണ്ടാണ് ഇപ്പോൾ സോളാർ വിഷയവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതാവുമ്പോൾ എളുപ്പമാണല്ലോ, മൈക്കിലൂടെ സഖാക്കൾക്ക് എന്ത് അപവാദവും പറയാം, കേട്ടിരിക്കുന്ന അണികൾക്കും അപവാദ കഥകളും ഇക്കിളി കഥകളും കേൾക്കുമ്പോൾ അവർക്കും പുളകം കൽപ്പിക്കാം. ഏതെങ്കിലും വളരെ എളുപ്പമുള്ള മാർഗമാണല്ലോ കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ MP-മാരുടെ പുറകെ കരിങ്കൊടിയുമായി ചാടാം. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പണ്ട് നടത്തിയതുപോലെ ഒരു സമര നാടകം നടത്താം. CPI-ക്കാർ പറഞ്ഞതുപോലെ ഒരു പലർക്കും അഡ്ജസ്റ്റ്മെന്റ് എന്ന് പോലും തോന്നിക്കത്തക്ക തരത്തിലുള്ള സമരം നടത്താം. എളുപ്പമാർഗം അതല്ലേ? അതുകൊണ്ടാണ് ഇപ്പൊ സോളാറുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. എളുപ്പമാർഗം രക്ഷപ്പെട്ടു പോകുക. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ കേരള സമൂഹത്തിലോ ചർച്ച ചെയ്യാൻ പോലും കഴിയാത്ത വിഷയമായി മാറിയിരിക്കുന്നു. ആ അശ്ലീലത്വം നിലനിൽക്കെ വീണ്ടും സരിതയും സോളാറുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുന്നത് വളരെ ഉപരിപ്ലവമായി അത് ആളുകളെ ഏറ്റെടുക്കും എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അതിനകത്തെ അഴിമതി, അതിനകത്ത് നിന്ന് ലഭിക്കാവുന്ന രാഷ്ട്രീയം, അതൊക്കെ തന്നെ മാറ്റി നിർത്തുക. ഇപ്പം സരിത എന്നൊക്കെ പറഞ്ഞാൽ അതിന് വില കിട്ടുമോ സമൂഹത്തിൽ? ഇല്ല നികേഷ്, ഇതിൽ എനിക്ക് വളരെ ബഹുമാനത്തോടുകൂടി സുനിൽകുമാറിനോട് ചോദിക്കാനുള്ള ചോദ്യം, സുനിൽകുമാറിന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുമോ ഈ സമരം ക്ലച്ച് പിടിക്കുമെന്ന്? കാരണം ഈ സമരം ക്ലച്ച് പിടിച്ചില്ല എന്നും ഈ സമരം ഒരു അഡ്ജസ്റ്റ്മെന്റ് സമരമായിരുന്നുവെന്നും പറഞ്ഞത് സുനിൽകുമാറിന്റെ നേതാവ് പന്ന്യൻ രവീന്ദ്രനാണ്. രണ്ടാമത്തെ കാര്യം, ഈ 2014 മെയ് മാസത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുനിൽകുമാറിന്റെ ഉൾപ്പെടെയുള്ള LDF ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷയമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയർത്തി പ്രകമ്പനം സൃഷ്ടിക്കുന്ന പ്രചരണം നടത്തിയത് സരിത വിഷയമായിരുന്നു. അത് ജനം തള്ളി. സരിതയുമായി ബന്ധപ്പെട്ട് ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. സരിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, സോളാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇത്രയും വലിയൊരു നനഞ്ഞ പടക്കമായി മാറ്റിയത് ഈ LDF ആണ് എന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. ഞാനത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് നടന്നൊരു ചർച്ചയിൽ VS അച്യുതാനന്ദൻ അല്ലേ ശ്രീധരൻ നായർ എന്ന് പറഞ്ഞ ആളുടെ മൊഴി പിന്നെ പത്തനംതിട്ട കോടതിയിൽ നിന്ന് എടുത്തത്. ആ പത്തനംതിട്ട കോടതിയിൽ നിന്ന് മൊഴി എടുത്തിട്ട് എന്താ പറഞ്ഞത്? ആ മൊഴി എനിക്ക് രാംജത്ത് മലാനിയുടെ കയ്യിൽ കൊടുത്തിട്ട് സുപ്രീം കോടതിയിൽ കേസ് നടത്താൻ ഷാജഹാൻ ചോദിക്കുന്നത്, നിങ്ങളാണ് ഈ സമരം അഡ്ജസ്റ്റ്മെന്റ് സമരമാണ് എന്ന് പറഞ്ഞത്, ഈ സമരം ക്ലച്ച് പിടിക്കും എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. ഞാൻ ഷാജഹാന്റെ നെഞ്ഞത്തല്ല, എന്റെ നെഞ്ഞത്ത് എവിടെ വെച്ചും പറയാം. സമരം എന്ന് പറയും ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഏത് സമരം ക്ലച്ച് പിടിക്കും? പിന്നെ ഷാജഹാന്റെ ആഗ്രഹം അനുസരിച്ച് നടക്കുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു കാര്യം പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒരു സമരത്തിലേക്ക് വന്നിരിക്കുന്നത് ഈ വിഷയത്തിലുള്ള അതിന്റെ ഗൗരവം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. കാരണം ഈ ഗവൺമെന്റ് നിയോഗിച്ചിരിക്കുന്ന അന്വേഷണ കമ്മീഷനോട് അന്വേഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വിഷയത്തിൽ അത് അന്വേഷിക്കാതെ ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു അന്വേഷണ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു വലിയ ടേണിംഗ് പോയിന്റ് വന്നിരിക്കുകയാണ്. ആ ടേണിംഗ് പോയിന്റ് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, ജനങ്ങൾക്ക് മുൻപാകെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഞങ്ങൾക്കൊരു അവസരം ഉണ്ടാകുമ്പോൾ അതൊരു സമരത്തിലൂടെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുമ്പോൾ അത് ഏറ്റെടുക്കുക എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമല്ലേ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിൽ തന്നെ പറഞ്ഞതാണ്, ഉറപ്പ് പാലിക്കപ്പെടാതെ വന്നപ്പോൾ ആ സമരം സോളാർ അന്വേഷണ കമ്മീഷൻ എന്റെ ഓഫീസിലെ കാര്യങ്ങളും അന്വേഷിക്കുമെന്ന്. അതൊന്നും നിങ്ങൾ അന്ന് കേട്ടില്ല. ഏതാണ്ട് 6 മാസം 1 വർഷത്തോളം നിങ്ങൾ മിണ്ടാതിരുന്നു. എന്നിട്ട് ഇപ്പോ പറയുന്നു അന്വേഷണ കമ്മീഷനുമായി സഹകരിക്കും, അവർക്കൊക്കെ മൊഴി കൊടുക്കുന്നു. ഇതിനിടയിൽ തന്നെ ശ്രീ സുനിൽകുമാർ ഈ പറയുന്ന സരിത നാട് മുഴുവൻ നടന്ന് എല്ലാ തെളിവുകളും നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് നിങ്ങൾ അന്വേഷണ കമ്മീഷന് തെളിവ് നൽകാൻ പോകുന്നത്? അതെ നികേഷ്, ഒരു കാര്യം പറയട്ടെ, ഉമ്മൻചാണ്ടി പ്രസ്താവന പലതും കൊടുക്കും, പക്ഷെ പ്രസ്താവന കൊടുക്കുന്ന സർക്കാരിന്റെ ഉത്തരവും വേറെയാ.
ഉമ്മൻചാണ്ടി ജനങ്ങളോട് പറയും, പത്രക്കാരോട് പറയും, നിയമസഭയിൽ പറയും. ഇത്രമാത്രം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ അസത്യങ്ങൾ മാത്രം പറയുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ മുമ്പുണ്ടായിട്ടില്ല. അങ്ങനെ സരിത വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, മദ്യനയത്തിൽ ഇവിടെ നേരത്തെ ലിജു പറഞ്ഞല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്താ മദ്യനയത്തിൽ പ്രശ്നം? നിങ്ങളുടെ മന്ത്രിമാരുടെ കൈക്കൂലി വാങ്ങിയത് അതൊന്നുമല്ല നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. ഞാൻ മടങ്ങിയെത്താം. ഭാസുരേന്ദ്ര ബാബു, കെ മാണിക്കെതിരെ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ചേർന്ന അഴിമതി വിരുദ്ധ സമ്മേളനത്തിൽ ശ്രീ പിണറായി വിജയൻ കെ മാണി എന്ന ഒരു അക്ഷരം പോലും മിണ്ടിയില്ല, അല്ലെങ്കിൽ ഒരു വാക്കെന്ന് പോലും മിണ്ടിയില്ല. അതിനപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടിയിലും മറ്റു നേതാക്കളിലും കേന്ദ്രീകരിക്കുകയാണ്. ഇപ്പോഴും കിട്ടിയ ഒരു വടി കയ്യിലിരിക്കുകയാണ്. നേരത്തെ കിട്ടിയ വടിയായിരുന്നു സോളാർ, അത് കളഞ്ഞു. ഇപ്പോ കെ മാണി എന്നൊരു വടിയും കളഞ്ഞ് വീണ്ടും ഉമ്മൻചാണ്ടിയുടെ പിന്നാലെ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു വ്യക്തതയില്ലാത്തത് സമരത്തിന്റെ കാര്യത്തിൽ? തുടരുക. ശ്രീ ഭാസുരേന്ദ്ര ബാബുവിലേക്ക് വരാം. അതിനകത്തേക്ക് ഞാൻ വരികയാണെങ്കിൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമരത്തിന്റെ പ്രത്യാഘാതം, അല്ലെങ്കിൽ അത് എന്ത് വേണേ ആയിക്കൊള്ളട്ടെ, ആ സമരത്തിന്റെ ആദ്യഘട്ടത്തിലെങ്കിലും വിജയമുണ്ടല്ലോ. ആദ്യഘട്ടത്തിലെങ്കിലും വിജയത്തിന്റെ ഭാഗമായാണ് ജുഡീഷ്യൽ അന്വേഷണം ഏർപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ ഷാജഹാനും നികേഷ് കുമാറിനും ലിജുവിനും ഒന്നും വ്യത്യാസമുണ്ടാവില്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയില്ലല്ലോ. അത് പട്ടാങ്കം കിടന്ന് അന്നത്തെ ആഭ്യന്തര മന്ത്രി ആയിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ AK സെന്ററിലേക്ക് വരെ ഫോൺ ചെയ്തിട്ടാണല്ലോ അത്തരമൊരു കൺസെൻസസ് അന്നുണ്ടാക്കിയത്. എന്തായിരുന്നു അത്? ഈ ഇഷ്യൂ, നമ്മൾ സോളാർ വിഷയം ഏതായാലും ജുഡീഷ്യൽ അന്വേഷണത്തിന് വിടുന്നു. ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് മുഖ്യമന്ത്രി വരുമെന്ന ധാരണയാണ് ഉണ്ടായിരുന്നത് എങ്കിൽ പിന്നെ അതുണ്ടായില്ല. ശരിയാണ് താങ്കൾ പറയുന്നത്. അതിനെ മുൻനിർത്തി ഒരു പ്രക്ഷോഭം നടത്താനും ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ക്ലിഫ് ഹൗസ് ഉപരോധവും പൊളിയുകയുണ്ടായി. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇന്ന് എന്താണ് അവസ്ഥ? 2-3 കാര്യങ്ങൾ കാണണം. KM മാണി അടക്കമുള്ള മന്ത്രിമാർ ഇപ്പോൾ ആക്ഷേപത്തിന് ശരവ്യമായിരിക്കുന്നു എന്ന് മാത്രമല്ല, മുഴുവൻ MLA-മാരും അണിനിരത്തി അവരെ കൂടി അഴിമതിക്കാരാക്കി സ്വയം രക്ഷപ്പെടേണ്ട ഗതികേടിലേക്ക് ഉമ്മൻചാണ്ടി വന്നിരിക്കുന്നു. സുധീരൻ ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുന്നു. അതൊന്ന്. ഈ സാഹചര്യത്തിലാണ് സോളാർ കമ്മീഷൻ തന്നെ ഇവരിൽ നിന്ന് മൊഴിയെടുക്കാൻ തീരുമാനിക്കുന്നത്. സാക്ഷി നിലവാരത്തിലാണെങ്കിലും ഒരു കമ്മീഷൻ മൊഴി കൊണ്ട് വലിയ കാര്യമൊന്നുമില്ലെങ്കിലും അഴിമതി ആക്ഷേപത്തിൽ മുച്ചൂടും മുങ്ങി നിൽക്കുന്ന ഈ ഉമ്മൻചാണ്ടി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ലഭിച്ചിരിക്കുന്ന ഒരു വടി, അന്ന് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്ന് താങ്കൾ തന്നെ സൂചിപ്പിച്ച ആ വടി ഒരിക്കൽ കൂടി പ്രതിപക്ഷം ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് മാത്രമല്ല, ആ ഉപയോഗത്തിലൂടെ ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പ്രതിപക്ഷത്തിന് പ്രക്ഷോഭം ചെയ്യാം. ആ പ്രക്ഷോഭത്തിലൂടെ ഈ ഭരണകക്ഷിയിലെ കള്ളന്മാർ ഒരുപക്ഷെ പൂർണ്ണമായും തകരണമെന്നില്ല. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിലെ ഭീരുക്കളായ ആളുകളാണ് ഉമ്മൻചാണ്ടിക്ക് ശക്തി പകരുന്നത്. ആണത്വമുള്ള ഒരുത്തൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ സമ്മേളനത്തിനെങ്കിലും എന്തിന് കൈക്കൂലി വാങ്ങി എന്ന് ചോദിക്കുമായിരുന്നു. ആണത്വമുള്ള ഒരുത്തൻ ഇല്ലാതെ പോയ പാർലമെന്ററി പാർട്ടിയെ ലിജു ഒന്ന് കുറ്റപ്പെടുത്ത്, അല്ലാതെ പ്രതിപക്ഷത്തെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്. തുടരുക. ശ്രീ ലിജു, ഇവിടെ CPM-ലെ വിഭാഗീയത, ആ വിഭാഗീയതയാണ് താങ്കൾ ഇതിനാധാരമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണ കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി കണ്ട വിഭാഗീയത CPM-ൽ കാണാനുണ്ടോ? ഒറ്റപ്പെട്ട ചില പൊട്ടിത്തെറികൾ, കാലം കഴിഞ്ഞ നേതാക്കളുടെ ചില പ്രസ്താവനകൾ, അതിനപ്പുറത്തേക്ക് വേറെ വിഷയം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ പുതിയൊരു സംസ്ഥാന സെക്രട്ടറി CPM-ന് ഉണ്ടാകുന്നു, പുതിയൊരു അഖിലേന്ത്യാ നേതൃത്വം CPM-ന് ഉണ്ടാകുന്നു. അങ്ങനെയാണല്ലോ കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടുന്ന, സംസ്കരിക്കപ്പെടുന്ന പുതിയ നേതൃത്വം ആ പാർട്ടിക്ക് ഉണ്ടാകുന്നു എന്ന ജനാധിപത്യപരമായ ആ ഒരു തികവ്, അതിലൂടെ ഒരു പുതിയ നേതൃത്വം ഉയർന്നു വരികയും പുതിയ സമരമുറകൾ, വീഴ്ചകൾ പറ്റിയിട്ടുണ്ടാകാം പഴയ നേതൃത്വത്തിന്, പുതിയ സമരമുറകൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ ആശങ്കപ്പെടുത്തണ്ടേ UDF-നെ, കോൺഗ്രസിനെ? കാരണം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1.5 വർഷം ബാക്കിയുണ്ട്. ആ 1.5 വർഷത്തിനുള്ളിൽ കഴിഞ്ഞ 3.5 വർഷക്കാലം നടക്കാതെ പോയ സമരങ്ങൾ, പരാജയപ്പെട്ട സമരങ്ങൾ പൊടി തട്ടിയെടുത്ത് പുതിയ പാക്കിങ്ങിലൂടെ അവതരിപ്പിച്ച് വിജയിപ്പിക്കാനാവുമെങ്കിൽ അതിന് ശ്രമിക്കും LDF. അല്ല ശ്രീ നികേഷ്, അതിനു മുമ്പ് ഞാൻ ശ്രീ ഭാസുരേന്ദ്ര ബാബു പറഞ്ഞ കാര്യത്തിനുള്ള മറുപടി ഒന്ന് പറയാം. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിലെ MLA-മാർക്ക് കാര്യങ്ങൾ കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അവർ നിലപാടെടുത്തത്. പക്ഷേ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും അതൊന്നും നിയമസഭയ്ക്കുള്ളിൽ ശ്രീ KB ഗണേഷ് കുമാർ ഉന്നയിച്ച ആരോപണത്തിന്റെ പേരിലോ
അതല്ല പുറത്ത് മദ്യലോബി ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ പേരിലോ ഒരു ചെറുവിരൽ പോലും അനക്കുവാൻ ശേഷിയില്ലാത്ത CPM എന്ന് പറയുന്ന ഈ പാർട്ടിയെ പ്രതിപക്ഷം എന്ന് പറയണോ അതോ മഹാഭാരതത്തിലെ ശിഖണ്ഡികൾ എന്ന് പറയണോ എന്നുള്ള ഒരു ധർമ്മസങ്കടത്തിലാണ് ഞാൻ. ഏത് പദമാണ് അവർക്ക് യോജിക്കുന്നത് എന്ന് നമുക്ക് ശബ്ദധാരാവലി അന്വേഷിച്ച് കണ്ടുപിടിക്കാം. പിന്നെ CPMന്റെ വിഭാഗീയതയെക്കുറിച്ച് പറഞ്ഞു. സ്ഥാപക നേതാവായ P കൃഷ്ണപിള്ളയുടെ സ്തൂപത്തിന്റെ കണ്ണു കുത്തിപ്പൊട്ടിച്ചത് ആരാണ് എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ തർക്കത്തില. ശ്രീ നികേഷ് ഇപ്പോൾ സംസാരിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു കാലം കഴിഞ്ഞ നേതാവെന്ന്. അച്യുതാനന്ദൻ അത് കേൾക്കരുത്. കാരണം ഇപ്പോഴും അദ്ദേഹം പറയുന്നത് ഇനിയും ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്, പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഏത് തരത്തിലും പോകാമെന്നാ. അപ്പൊ കാലം കഴിഞ്ഞ നേതാക്കന്മാർ തമ്മിലുള്ള തർക്കമാണോ പിണറായി വിജയനും അച്യുതാനന്ദനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? പാർട്ടിയുടെ സ്ഥാപക നേതാവിന്റെ കണ്ണുകുത്തിപ്പൊട്ടിക്കുവാൻ മടിക്കാത്ത അണികൾ വിഭാഗീയതയുടെ പേരിൽ നിൽക്കുമ്പോൾ ആ പാർട്ടിക്ക് ഒരു പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കാൻ സാധിക്കുമോ? അപ്പൊ സ്വാഭാവികമായും അണികളെ ബോധിപ്പിക്കുവാൻ തമ്മിലടിച്ച് തലകീറിക്കൊണ്ടിരിക്കുന്ന ഒരു യാദവ് വംശത്തെ അല്പകാലമെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന നാടകങ്ങളല്ലേ ഈ അസ്തമിച്ചു പോയ സരിതയെയും സോളാറിനെയും ഒക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് നടത്തുന്ന ഈ സമരം? സുനിൽകുമാർ, താങ്കളാണ് പറയേണ്ടത്. അഡ്ജസ്റ്റ്മെന്റ് സമരം, ആ ആക്ഷേപം ശ്രീ പന്ന്യൻ രവീന്ദ്രൻ ഉന്നയിച്ചു, ഇതുവരെ പിൻവലിച്ചിട്ടില്ല. അതായത് ഈ കാലഘട്ടങ്ങളിലെല്ലാം നടന്ന സമരങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് സമരമായിട്ടാണ് കേരളം കാണേണ്ടത് എന്നാണ് അതിലൂടെ മനസ്സിലാകുന്നത്. പിന്നെ ശ്രീ ലിജു ചൂണ്ടിക്കാണിച്ചതുപോലെ CPMലെ സംഘർഷം വെറും ആശയതലത്തിലോ അല്ലെങ്കിൽ പ്രായോഗിക തലത്തിലോ മാത്രമല്ല, അടുത്ത പാർലമെന്ററി പാർട്ടി നേതാവ് ആരായിരിക്കണം എന്ന തലത്തിൽ വരെ ഉയർന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ നിങ്ങളുടെയും CPMൻ്റെയും സംസ്ഥാന സമ്മേളനത്തോടുകൂടി കാര്യങ്ങൾക്ക് മറ്റൊരു പുരോഗതി ഉണ്ടാകും എന്നുള്ളത് ആശാവഹമായ കാര്യമേ അല്ല. ഈ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം വരാൻ പോകുന്ന സമരമുണ്ടല്ലോ, അത് കേരളത്തിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും വലിയ പാർട്ടിയായ CPMൻ്റെ പാർലമെന്ററി പാർട്ടി നേതൃത്വത്തിൽ ആരാണ് വരേണ്ടത് എന്നത് സംബന്ധിച്ചായിരിക്കും ശ്രീ സുനിൽകുമാർ. അല്ല, നിങ്ങൾ അമിതമായി കാര്യങ്ങളിൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ സോളാർ സമരത്തിന്റെ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചില പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് തിരുത്തിക്കൊണ്ട് ഇവിടെ ചില സത്യങ്ങൾ വെളിപ്പെട്ടു വരുന്ന സന്ദർഭത്തിൽ ലിജുവിന്റെ നേതാക്കന്മാർ നടത്തിയിരിക്കുന്ന കൊള്ള, ലിജുവിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് 4 പേരെ അറസ്റ്റ് ചെയ്തത്. നിങ്ങൾ മറന്നുപോയോ? ലിജുവിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് തെളിവുകൾ നശിപ്പിക്കട്ടോ, മറന്നുപോയോ? ഇതൊന്നും ആരും നിഷേധിക്കുന്നില്ലല്ലോ. അതിന്റെ മേൽ നിങ്ങൾക്കൊരു സമരം നടത്താൻ പറ്റിയില്ല, ഒരു ഇടപെടൽ നടത്താൻ പറ്റില്ല എന്ന് മാത്രമാണ് വിമർശനം. അത് മാത്രമല്ല, ആ സമരത്തിൽ ഞങ്ങൾ അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ലിജു പറയുന്ന കേട്ട തോന്നുന്നു ഞങ്ങൾ എന്തോ കുത്തിപ്പൊക്കിക്കൊണ്ട് അനാവശ്യമായ കാര്യമല്ല. ലിജുവിന് നെഞ്ചത്ത് വെച്ച് കൈവച്ച് പറയാൻ പറയുമോ കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന് ലിജുവിന് പറയാൻ പറ്റില്ലല്ലോ. ലിജുവിന് മാത്രമല്ല ഒരു കോൺഗ്രസ് നേതാവിനും പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് പറയാൻ ധൈര്യമില്ല. കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ ഗണേഷ് കുമാർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഗണേഷ് കുമാർ ഒരു MLA ആയതുകൊണ്ട് ഗണേഷ് കുമാറിന് നിങ്ങൾക്ക് വിലയില്ല. KM കൂടുതൽ MLA ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പേടിയാണ്. കാര്യം എന്താണ്? അത് പറഞ്ഞാൽ KM പിന്തുണ പിൻവലിച്ചാൽ ഉമ്മൻചാണ്ടി താഴെ കിടക്കും. അങ്ങനെ വന്ന VM സുധീരൻ പറഞ്ഞ പോലെ അധികാരമില്ലാത്ത VM പിന്നെ ഈ നാട്ടിലെ കോൺഗ്രസ് നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ റിട്ടയർ ചെയ്ത പോലീസുകാരെ പോലെ വിലയില്ലാത്തവരാണ്. വിഷയത്തിലേക്ക് വരൂ. ഞാൻ പറഞ്ഞ വിഷയം, നേരത്തെ ലിജു ചൂണ്ടിക്കാണിച്ച വിഷയം, അത് CPMന്റെയും CPIയുടെയും സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പുതിയൊരു നേതൃത്വം ഉയർന്നു വരും എന്നുള്ള നിങ്ങളുടെ പ്രതീക്ഷ, ആ നേതൃത്വം ഈ വിഷയങ്ങൾ അത് ബാക്ക്ലോഗോടുകൂടി പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമെന്നുള്ള നിങ്ങളുടെ പ്രതീക്ഷ അത് അസ്ഥാനത്താകുമെന്നാണ് ലിജു പറയുന്നത്. കാരണം CPMന്റെ പാർലമെന്ററി പാർട്ടി നേതൃസ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങാൻ പോവുകയാണ് സംസ്ഥാന സമ്മേളനത്തിന് ശേഷം. അല്ല നികേഷ്, ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കുമെന്ന് ഉറപ്പാണല്ലോ. CPIയുടെ CPMന്റെ സംസ്ഥാന സമ്മേളനങ്ങൾ ഭംഗിയായി നടക്കും. കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നേതൃത്വത്തെ പറ്റി ചർച്ചയുണ്ടാകാമെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ നിങ്ങളുടെ സംസ്ഥാന സമ്മേളനങ്ങളും നിങ്ങളുടെ ജില്ലാ സമ്മേളനങ്ങളും നിങ്ങളുടെ ബൂത്ത് സമ്മേളനം നടത്തി കഴിഞ്ഞാൽ കേരളത്തിൽ പിന്നെ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ടി വരും. അതുപോലെയുള്ള പരസ്പരമുള്ള കത്തിക്കൊലയും. എന്റെ അവിടെ തൃശ്ശൂരാണ്, അവിടെ 2 പേരെ കോൺഗ്രസ്സുകാർ കുത്തിക്കൊന്നത്, നിങ്ങളുടെ തന്നെ ആളുകളെ. അതിനേക്കാൾ വലിയ കൂട്ടക്കൊല അവിടെ നടക്കും. ഉമ്മൻചാണ്ടിയും VS സുധീരനും തമ്മിൽ നടക്കുന്ന അധികാര വടംവലിയുടെ ഭാഗമായി നിങ്ങൾക്ക് CPIയും CPM നടത്തുന്ന പോലെ സമ്മേളനം നടത്തി കാണിച്ചതാണ് നിങ്ങൾ ആദ്യം തന്നെ. ജനാധിപത്യ പാർട്ടിയാണല്ലോ. ഞങ്ങളുടെ പാർട്ടി നേതാക്കുമ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുത്തോളാം, സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുത്തോളാം, പാർലമെന്ററി പാർട്ടി ജനാധിപത്യപരമായി എല്ലാ വർഷവും നടത്തുന്നതാണ്. ശ്രീ ആനന്ദവട്ടം ആനന്ദൻ, CPMന്റെ പാർലമെന്ററി പാർട്ടി നേതൃസ്ഥാനത്തേക്ക് ഒഴിവില്ല എന്ന് ശ്രീ VS അച്യുതാനന്ദൻ പറയുമ്പോൾ
ഒരുപക്ഷെ താങ്കളെ പോലുള്ള നേതാക്കൾക്ക്, അതായത് പിണറായി പക്ഷ നേതാക്കൾക്ക് പുച്ഛം തോന്നുന്നുണ്ടാകും, അങ്ങനെയൊന്നും ഒരു ഘട്ടത്തിലും സംഭവിക്കാനിടയില്ല എന്ന്. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, പ്രകാശ് കാരാട്ടല്ല ജനറൽ സെക്രട്ടറി, സീതാറാം യെച്ചൂരിയാണ്. സമീപകാലത്തെ എല്ലാ സംഭവങ്ങളും നോക്കിയാൽ കാണാം സീതാറാം യെച്ചൂരി വി എസ് അച്യുതാനന്ദനോടൊപ്പമാണ് നിലകൊണ്ടിട്ടുള്ളത്. അപ്പോൾ പിണറായി വേണോ വി എസ് അച്യുതാനന്ദൻ വേണോ എന്നൊരു ചോദ്യം സീതാറാം യെച്ചൂരിയുടെ അല്ലെങ്കിൽ പ്രകാശ് കാരാട്ട് ഒഴിച്ചുള്ള മറ്റൊരു ജനറൽ സെക്രട്ടറിയുടെ മുമ്പിലോ വന്നാൽ, മുമ്പ് 2 സ്ഥലത്ത് വെച്ച് നിങ്ങൾ വി എസ് അച്യുതാനന്ദനെ വെട്ടിയിട്ടുണ്ട്. സമാനമായൊരു വെട്ടലാണ് ഇപ്രാവശ്യവും നടക്കാൻ പോകുന്നത്. അത് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്ന തോന്നൽ കേന്ദ്ര നേതൃത്വത്തിനുണ്ടായാൽ ഇപ്പോൾ ശ്രീ വി എസ് അച്യുതാനന്ദൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് പോലെ അദ്ദേഹം തന്നെ ആയിരിക്കും വീഴുന്നതുവരെ പാർലമെന്ററി പാർട്ടി നേതൃസ്ഥാനത്തേക്ക് ഉണ്ടാവുക, അതായത് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ. ഇതെല്ലാം ഷാജഹാന്റെയും അതുപോലെ നികേഷിന്റെയൊക്കെ ഭാവന സൃഷ്ടികളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരാണ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി എന്തെങ്കിലും ബന്ധമുള്ളവർക്കെല്ലാം അറിയാം. നമ്മൾ കണ്ടതാണല്ലോ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ പ്രകടനത്തെ പ്രകടനം. ഇതേ ലതീഷിനെ തന്നെ പുറത്താക്കിയത് ജീവിച്ചിരിക്കുന്ന നേതാക്കളുടെ കോലം കത്തിച്ചതിനാണ്. അത് പുറത്താക്കി. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ചോദ്യത്തിനല്ലേ ഞാൻ മറുപടി പറയേണ്ടിയുള്ളത്. ആ ചോദ്യത്തിനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പാർലമെന്ററി രംഗത്ത് ആരും നിൽക്കണം, സംഘടനാ രംഗത്ത് ആരൊക്കെ നിൽക്കണം എന്നൊക്കെ ആ പാർട്ടി തീരുമാനിക്കും. പക്ഷെ ആ പാർട്ടി അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. പാർട്ടിയുടെ സമ്മേളനങ്ങളാണ് തീരുമാനിക്കുന്നത്. അവിടെ വി എസ് യെച്ചൂരി പക്ഷത്താണോ പ്രകാശ് കാരാട്ടിന്റെ പക്ഷത്താണോ ആ വിഷയമൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെറുപണം നടത്താമെന്നുള്ളതല്ലാതെ അതൊന്നും പാർട്ടി ഡിസ്കസ് ചെയ്ത വിഷയങ്ങളല്ല. പക്ഷേ പാർട്ടി സമ്മേളനം വരുമ്പോൾ നിങ്ങൾ സമരം നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തല്ലോ, അതുകൊണ്ടാണ് ശ്രീ ആനത്തലവട്ടം ഞാൻ ചോദിക്കുന്നത്, പാർട്ടിക്കും തനിക്കും സംഭവിച്ച തെറ്റുകൾ കാരാട്ട് തിരുത്തണം. മാത്രമല്ല പിണറായിക്ക് പറ്റിയ തെറ്റുകൾ ഞാൻ ഓരോ ഘട്ടത്തിലും കാരാട്ടിനെയും ദേശീയ നേതൃത്വത്തെയും അറിയിച്ചിരുന്നു. അതൊന്നും തന്നെ ഗൗനിക്കാതിരുന്നത് പാർട്ടിയെ ഈ വിധം കൊണ്ടുചെന്നെത്തിച്ചു എന്നുള്ള കാര്യമൊക്കെ തന്നെയും ശ്രീ വി എസ് അച്യുതാനന്ദൻ ആവർത്തിച്ച് പറയുന്നത് തെറ്റുപറ്റിയ ഒരു നേതൃത്വത്തെ പാർലമെന്ററി പാർട്ടി നേതൃസ്ഥാനത്തേക്ക് പുനഃപ്രതിഷ്ഠിച്ചിട്ട് എന്ത് കാര്യം എന്ന ചിന്ത ഉയർത്തുന്നതിന് വേണ്ടിയാണ്. വി എസ് അച്യുതാനന്ദൻ അങ്ങനെ നിങ്ങൾ പറയുന്ന തരത്തിലല്ല പറഞ്ഞിട്ടുള്ളത്. വി എസ് അച്യുതാനന്ദൻ പാർട്ടിയുടെ സഹകരിച്ച് പോകും. എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ഞാൻ പറയും എന്നുള്ളത് കവിഞ്ഞ് ആദ്യമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് മീഡിയാസ് എല്ലാം പറഞ്ഞത്. എം ലിജു, വി എസ് സുനിൽകുമാർ MLA, ആനത്തലവട്ടം ആനന്ദൻ, സുരേന്ദ്രബാബു, KM ഷാജഹാൻ, വളരെ നന്ദി ഈ വിഷയത്തിൽ ഇടപെട്ടതിന്.